ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാവുന്ന ഒരു ഹോം മെയ്ഡ് ഹോർലിക്സ് ആണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മിൽക്ക് പൗഡർ. ഇത് രണ്ട് സെയിം മെഷർമെൻറ്റിൽ എടുക്കണം. ഇതിൻ്റെ പകുതി വേണം ഷുഗർ എടുക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് ഉണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടും ആൽമണ്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ഇത് ബ്രൗൺ കളറൊക്കെ ആവണ വരെ നമുക്ക് ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ചെറിയ തീയിൽ വേണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ടൈം എടുക്കും ഇത് ബ്രൗൺ കളറായി വരാൻ വേണ്ടി. നല്ല ക്ഷമയോട് കൂടി ചെയ്യുക. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന കാരണം നമുക്ക് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണത്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം നമുക്ക്. ഇത് ചൂടാറിയതിന് ശേഷം വേണം പഞ്ചസാരയും അതുപോലെ പാൽപ്പൊടി ഇതിൽ ചേർക്കാൻ. അപ്പോൾ ഞാൻ ഇത് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ 3 ചേരുവ വെച്ച് തന്നെ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് എളുപ്പമാണ് ചെയ്യാം. ആ ഒരു ഗോതമ്പ് വറുക്കണത് മാത്രമേ നമുക്കൊരു ടൈം എടുക്കുന്നുള്ളൂ. പിന്നെല്ലാം ജസ്റ്റ് മിക്സ് ചെയ്ത് ഗ്രൈൻഡറിൽ പൊടിക്കേ വേണ്ടൂ. ഇത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാൽപ്പൊടി ചേർക്കാം. ഇത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. ഇത് 1/4 കപ്പ് പഞ്ചസാര. നട്ട്സ്. ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്ത ഗോതമ്പ് പൊടിയും പഞ്ചസാരയും പാൽപ്പൊടിയും അതുപോലെ നട്ട്സും എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്ത് ഇനി ഇത് പാലിൽ നമുക്ക് കലക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുകയാണെങ്കിൽ